ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ലാലേട്ടനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതെല്ലാം കണ്ടു. വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. പക്ഷേ ആ ഇന്റർവ്യൂവിന് നമ്മുടെ ഖജനാവിൽ നിന്നും, അതായത് നമ്മളൊക്കെ കൊടുത്ത നികുതി പണത്തിൽ നിന്നും ഏകദേശം 11,21,000 രൂപയായത്. പിന്നെ ആവത്തില്ലേ 2 ചായ കുടിച്ച്, അതുപോലെ 2 ചെയർ ഇട്ട്, ഒരു ക്യാമറ വെച്ച്, ക്യാമറമാൻ, ഇതെല്ലാം കൂടെ എന്തായാലും 11,21,000 രൂപ ആവും. ഇതെങ്ങനെ കിട്ടിയെന്നറിയാവോ? ഒരാള്, ഒരു പൊതുപ്രവർത്തകൻ ഒരു വിവരാവകാശം കൊടുത്താണ്. താണ്ടെ വിവരാവകാശം കൊടുത്തതിന്റെ ആ പേപ്പർ എന്തെങ്കിലുണ്ട്. ആ പൊതുപ്രവർത്തകൻ പത്തനംതിട്ട വള്ളംകുളംകാരനായ റിജോ വള്ളംകുളം എന്റെ കൂടെ ഉണ്ട്. ഹായ്, നമസ്കാരം. എന്റെ അടുത്ത് ആദ്യം പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തില്ലായിരുന്നോ? അത് ഒരു അബദ്ധം പറ്റി. ഓക്കെ, ആയിക്കോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഇതെങ്ങനെ ഇതിലേക്ക് എത്തി? സംസ്ഥാനത്ത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബഹുമാനപ്പെട്ട മോഹൻലാലിനെ വെച്ച് മുഖ്യമന്ത്രി നടത്തിയൊരു PR സ്റ്റന്റ് ആണെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറയുകയുണ്ടായി. ആ ഇന്റർവ്യൂ എല്ലാ ചാനലിലും വന്നപ്പം എനിക്ക് തോന്നി ഇതിന്റെ കണക്ക് പൊതുസമൂഹത്തെ അറിയിക്കണമെന്ന് തോന്നിയാണ് നമ്മൾ വിവരാവകാശം കൊടുത്തത്. കൊടുത്തു. അപ്പോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഇത് ഖജനാവിൽ നിന്നും കാശ് എടുത്തിട്ട് എങ്ങനെ ചെയ്തോ, അതോ ചുമ്മാ കൊടുത്തു നോക്കിയതാണോ? എന്റെ പ്രതീക്ഷ CPM ഫണ്ട് ചെയ്ത് അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇത് CPM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ചെയ്ത് നമ്മുടെ നികുതിപ്പണം എടുത്താണ് ചെയ്തത്. നമ്മള് കഷ്ടപ്പെട്ട് നമ്മളിൽ നിന്ന് പിഴിഞ്ഞു മേടിച്ച കാശ് കൊണ്ടല്ലേ? അതെ അതെ അതെ. എത്രയോ പാവപ്പെട്ട ഒരു ഭക്ഷണവും ഇല്ലാതെ, വീടില്ലാതെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കഴിയുന്നുണ്ട്. ആ സമയത്ത് ഇങ്ങനത്തെ പരിപാടി. ആ സമയത്താണ് ഒരു PR-ന് വേണ്ടി മാത്രമുള്ളതാണ് ഈ 11,21,000 എന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ രണ്ടുപേരും അപ്പുറം കസേര ഇട്ടിരുന്ന ഈ ഒരു പരിപാടി നടത്തിയതിന് 11,21,000 രൂപ ആയത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പൊതുജനത്തിന്റെ കാശല്ലേ, അവർക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ, എഴുതിയെടുത്താ പോരെ. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ, താണ്ടെ ഈ ഒരു കവർ നിറച്ച് ഒന്ന് തട്ടിക്കോട്ടെ, താണ്ടെ വിവരാവകാശം കൊടുത്ത കാര്യങ്ങളാണ് ഇരിക്കുന്നത്. താണ്ടെ ഇത് മൊത്തം പുറത്ത് വരാനുള്ളതല്ലേ? അതെ അതെ. ഇനി എന്തൊക്കെ കൊടുക്കാൻ പോകുന്നുണ്ട്? ഇപ്പൊ ഞാൻ നിലവില് സംസ്ഥാനത്ത് ക്യാൻസർ മരുന്നുകളുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള കാര്യത്തിന്റെ പുറകിലാണ്. തീർച്ചയായിട്ടും റിജോ വള്ളംകുളം, താങ്ക് യു. ഇങ്ങനത്തെ ഒരു പരിപാടിയായിട്ട് വന്നതിന്, ഇത് പുറത്തേക്ക് കൊണ്ടുവന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. അതെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് ഇതിൽ ഒരു നാണക്കേടോ ബുദ്ധിമുട്ടോ ഉണ്ടാവത്തില്ല. കാരണം അദ്ദേഹം അറിഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ ഇത് എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ലാലേട്ടനായിരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നാണം കെടാൻ പോകുന്നത്. കാര്യം അദ്ദേഹം പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് വന്നൊരു പ്രോഗ്രാം ആയിരിക്കും എന്നത് എനിക്ക് തോന്നുന്നില്ല. കാര്യം അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇനി ഇത് കെട്ടിവെക്കുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ അല്ലേ? ചിലപ്പോൾ ഇനി ലാലേട്ടൻ ഇത്രയും കൊടുത്തു എന്നുള്ള രീതിയിലേക്ക് പോകുന്നെങ്കിലും ലാലേട്ടൻ ഈ ഒരു പ്രതിഫലം വാങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് വന്നിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ ഏറ്റവും അധികം നാണക്കേട് ഉണ്ടാകാൻ പോകുന്നത് ഒരുപക്ഷെ ലാലേട്ടനായിരിക്കും. അപ്പോൾ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇങ്ങനത്തെ സാമൂഹ്യ പ്രവർത്തകർ വരട്ടെ, ഇങ്ങനത്തെ സമൂഹത്തിന് ഉപകരിക്കുന്ന ആളുകൾ വരട്ടെ, അങ്ങനെയുള്ളവർ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവിടെയുള്ള ഇങ്ങനത്തെ നേതാക്കന്മാർക്ക് മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു നല്ല ഭരണം കാഴ്ചവെക്കുന്ന ഒരു നേതാക്കൾ, ഒരു മുന്നണി മുന്നിലേക്ക് വരട്ടെ. താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യുന്നു. ഇറ്റ്സ് വെൽത്ത് ഓഫ് ക്യാമറാമാൻ ഫസിലൊപ്പം സൈനിങ് ഔട്ട്.